ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലങ്കോടാണ്. പാലക്കാടുള്ള കൊല്ലങ്കോടല്ല കേട്ടത്, ഇത് തമിഴ്നാട്ടിലുള്ള കൊല്ലങ്കോടാണ്. എൻ്റെ ഫ്രണ്ട് ഷിൽപ്പുവിൻ്റെ വീടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ തൂക്കം എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വന്ന കേട്ടോ ഞാൻ. ഇവിടെ അടുത്ത് തന്നെ കൊല്ലങ്കോട് ഭഗവതി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നടക്കുന്ന ഒരു നേർച്ച പോലെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് ഞാനിപ്പോൾ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ റെഡി ആയിട്ടൊക്കെ ഇറങ്ങി. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ബസ് ഇതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബസ് പിടിച്ച് പോകാമെന്ന് വെച്ചു. പക്ഷെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടും ബസ് വന്നില്ല കേട്ടോ. അങ്ങനെ ഷിൽപ്പൂൻ്റെ അച്ഛൻ നമ്മളെ അവിടെ സംഭവ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്ത് തന്നു കേട്ടോ. ഷിൽപ്പൂൻ്റെ സ്ട്രെയിറ്റ്നറൊക്കെ വെച്ചിട്ട് ഞാൻ വലിയ കാര്യത്തിൽ സ്ട്രെയിറ്റ് ചെയ്തൊക്കെ ഇട്ടതാണ് മുടി. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും മുടി ചുരുണ്ടു കേട്ടോ. താഴ്വ അങ്ങനെ ചുരുണ്ട് വരാൻ തുടങ്ങി. പക്ഷെ എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ചെന്ന വശം തന്നെ നമ്മളിതാ പൂവൊക്കെ മേടിച്ചു, തലയിൽ വെച്ചു. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുത് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാട്ടോ സംഭവം. ഇതൊരു നേർച്ച പോലെയാണെന്നാണ് അവൾ പറഞ്ഞത്. എനിക്കിതിനെപ്പറ്റി വലിയ അറിവില്ല കേട്ടോ. ഇങ്ങനെ ഒരു വണ്ടിയേ ഉള്ളൂ. ഒരു വണ്ടിയിൽ 4 കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് 4 ആൾക്കാരിങ്ങനെ ഒരു റൗണ്ട് വെച്ച് വരും. ഇതേപോലെ എത്ര ടോട്ടൽ 1500 പിള്ളേരെന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഇപ്പോൾ ഏർലി മോർണിംഗ് തുടങ്ങി രാത്രി വരെ ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ ഒരു വണ്ടിയേ ഉള്ളൂ. ഒരു വണ്ടി വെച്ചിട്ട് ഇങ്ങനെ അവർ കറങ്ങും, അത്രേ ഉള്ളൂ. അതാണ് സംഭവം. ഇതിന് എന്താ പറയുക, ഇതിങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേക കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തലേദിവസം രാത്രി ഞാനും ശില്പം കൂടെ വന്നിരുന്നു കേട്ടോ. അത് പിന്നെ ഞാൻ അങ്ങനെ വ്ളോഗൊന്നും എടുത്തില്ല. പിന്നെ അതൊക്കെ കണ്ടിറങ്ങി. ഭയങ്കര ചൂടായത് കാരണം ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് വെച്ച് കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഫുഡ് അടിയായിരുന്നു കേട്ടോ. അവിടെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. എനിക്കെല്ലാം ഇങ്ങനെ ട്രൈ ചെയ്യാനായിട്ടുള്ള ത്വരയായിരുന്നു കേട്ടോ. കുറേ കടകളുണ്ടായിരുന്നു. കുറേ ദൂരം ഇങ്ങനെ ഫുള്ള് 2 സൈഡിലും ഇങ്ങനെ കടകളായിട്ട്. തലേദിവസം ഞാൻ കുറേ വളയൊക്കെ മേടിച്ചിരുന്നു, കുപ്പിവള. അതന്നെ വെറൈറ്റി കളർ. ഞാൻ കുറേ അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് കിട്ടാത്തൊരു തരം കഞ്ഞിപ്പയറിൻ്റെ പച്ചില്ലേ, ആ പച്ചയും പിന്നെ ഒരു തരം മുന്തിരി കളറും കറുപ്പയൊക്കെ കൂടെ കൂടിയിട്ടുള്ളൊരു അവളെയാണ് ഞാനിപ്പോൾ ഇട്ടേക്കണത്. കുപ്പിവള എനിക്ക് കിട്ടി. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു കേട്ടോ. പിന്നെ ഇത് ബോളി, സ്വീറ്റ് ബോളി എന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കുറച്ചധികം നമ്മുടെ സാധാ ബോളീനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ അധികം സ്റ്റഫ് ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ. പിന്നെ ഐസ്ക്രീം കഴിച്ചു. പിന്നെ കോളിഫ്ലവർ വറുത്തതുണ്ടായിരുന്നു. കോളിഫ്ലവർ വറുത്തതുണ്ടായിരുന്നു, ക്യാബേജ് വറുത്തതുണ്ടായിരുന്നു കേട്ടോ. അതും കഴിച്ച് ഫുള്ള് ഫുഡ് ആയിരുന്നു കേട്ടോ. ഫുഡ് അടിയും ജ്യൂസ് കുടിക്കലൊക്കെ ആയിരുന്നു. വേറെ കുറേ കഴിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. സുണ്ടിമണിക്ക് ഞാനൊരു മോതിരം ജാനിന്ന് എഴുതി മേടിച്ചു കേട്ടോ. കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ കുഞ്ഞ് ബൗളിൽ മീനൊക്കെ വെച്ചിട്ട് റിങ് എറിയുന്ന സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ട്രൈ ചെയ്തത് ഈ ബലൂണാണ്. 4-5 ഷോട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ ഞാനും ശില്പം ഓരോന്ന് ചെയ്തു. അത് കറക്റ്റായിട്ട് ബലൂണുമ്പോൾ കൊണ്ടു. ഗോകുൽ ചേട്ടൻ ചെയ്ത് ഒരെണ്ണം കൊണ്ടു, ബാക്കി ഒന്ന് പോയി കേട്ടോ. അതായത് നമുക്ക് ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പോരുന്ന വഴിയിൽ നമ്മളൊരു സ്ഥലം കണ്ട് അവിടെ നിർത്തി കേട്ടോ. എന്ത് രസമാണ് നോക്ക്. ഫുള്ള് വെള്ളവും അതിൻ്റെ നടുവിൽ കൂടെ ഒരു വഴി. അവിടെ ഒരു വഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരാൾ നിൽക്കണമായിരുന്നു. നമ്മളതിലൊന്നും കയറി ഫോട്ടോ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ബൈക്കൊക്കെ ഓടിക്കാനൊക്കെ പഠിച്ച് പിന്നെ നമ്മൾ നേരെ ജ്യൂസ് കുടിക്കാൻ പോയി കേട്ടോ. ഗൂഗിൾ മാപ്പിൽ വഴി നോക്കി പോയി ഏതോ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോയി. ഒരു ചെറിയൊരു വഴി, നടന്നു പോകാനുള്ള വഴി ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ചെന്നെത്തിയ സ്ഥലം. പിന്നെ ചേട്ടൻ എങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എടുത്ത് നമ്മൾ മെയിൻ സ്ഥലത്ത് എത്തിച്ചേർന്നു കേട്ടോ. അവിടെ വന്നിട്ടൊരു ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ചേട്ടൻ എന്തോ ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. അതിന് നമ്മളവിടെ അടുത്ത് ജർമ്മനി എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ പോയി. ഞാൻ അവിടെ പോയപ്പോൾ 2 സോക്സ് കണ്ട് ഇഷ്ടപ്പെട്ട് അതൊക്കെ മേടിച്ചു. എനിക്കൊന്ന് ദീപ്തിക്കും നന്നായിട്ടില്ല, ക്യൂട്ടായിട്ടില്ല. അങ്ങനെ അതൊക്കെ മേടിച്ച് പിന്നെ രാത്രിയായപ്പോൾ അവൾ തിരിച്ച് വീട്ടിൽ ചെന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് രാത്രിയായപ്പോൾ നമ്മൾ വീണ്ടും വന്നു കേട്ടോ. പിന്നെ ഞാനങ്ങനെ വ്ളോഗൊന്നും എടുത്തില്ല. ഞങ്ങളവിടെ തിരിഞ്ഞൊക്കെ നടന്ന് കുറേ സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ ഓഫീസിലേക്ക് കഴിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ഇതൊക്കെ തിന്നും കുടിച്ചൊക്കെ നടന്ന്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം.